ഹായ് ഗായ്സ്, അജന്ത ആർട്ട് ഗാലറിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വ്ളോഗർ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ചേച്ചി ഇന്നില്ല നമ്മുടെ ബോസ് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഞാനായിരിക്കും ഇനി കുറച്ച് ദിവസത്തേക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളത് ചേച്ചി ഡീറ്റെയിൽ ആയിട്ട് വന്ന് പറയുന്നതായിരിക്കും വീഡിയോയിൽ. നമ്മുടെ ചാനൽ ഇത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണ് നമ്മുടെ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങളുടെ കയ്യിലേക്ക് വേഗം എത്തും. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. എന്നാൽ പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ, ഡെയിലി കാര്യങ്ങളിലേക്ക്. ഇപ്പം നമ്മുടെ ഷോപ്പിൻ്റെ പണികളും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസമായിട്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഷോപ്പിൻ്റെ അവസ്ഥ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത്, ഇപ്പം എന്താ വർക്ക് നടക്കുന്നതെന്നുള്ളതിൻ്റെയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഷോപ്പിൻ്റെ അവസ്ഥ കേട്ടോ. കോലത്തിലായിരിക്കുന്ന മൊത്തം വലിച്ചു വാരിയിട്ടേക്കുന്ന രീതിയിലാണ്. ഇതുണ്ടോ, അത് കൊണ്ടുപോകാനായിട്ട് ഓരോന്ന് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് സേഫായിട്ട് എത്തിക്കാൻ. മഴയും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഡിലേ വരുന്നത്. ഇതൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ളതാണ്. ഓരോന്ന് ഇത് കണ്ടോ, സ്റ്റാച്യൂസ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് കർബോർഡ് ബോക്സിൽ. പൊട്ടുന്നതായതുകൊണ്ട് അതേപോലെ സേഫ്റ്റിയും കാര്യങ്ങളും നോക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ. ഇതൊക്കെ പാക്ക് ചെയ്യാനായിട്ടുള്ളതാണ്. അതേപോലെ ഫ്രെയിംസ്, ഇതൊക്കെ LED ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. ഇതൊക്കെ ചേഞ്ച് ചെയ്യണം അവിടുന്ന്. പിന്നെ TV ഇരിപ്പുണ്ട്, പ്രിൻ്റർ ഉണ്ട്, സ്റ്റാച്യൂസ്, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ അവിടെ കുറേ ഫ്രെയിംസ് ഇരിക്കുന്നുണ്ടോ, കാണിച്ചു തരാം. അത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിന്ന് ഇന്ന് കൊണ്ടുപോയി ഷിഫ്റ്റ് ചെയ്യാനുള്ളതാണ്. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന് കൊണ്ടുപോയി മാറ്റാനായിട്ടുള്ളതാണ്. കണ്ടോ, പാക്ക് ചെയ്ത് ഓരോന്നതാന്നൊക്കെ എഴുതിയും വെച്ച് ഡീറ്റെയിൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ AC ഉണ്ട്, ഇവിടുത്തെ ഉണ്ട്, സ്റ്റുഡിയോയിൽ AC ഉണ്ട്, കാര്യങ്ങൾ. സ്റ്റുഡിയോ കാണിച്ചു തരാം. സ്റ്റുഡിയോൻ്റെ സ്ഥിതി ഇപ്പോൾ ഇതാണ്. കാര്യങ്ങളൊക്കെ ഇതൊന്നും അഴിച്ചിട്ടില്ല, അതൊക്കെ ഇനി മാറ്റണം. പിന്നെ നമ്മുടെ വലിയ പ്രിൻ്റർ, ഇതിന്ന് പോകാനായിട്ടുള്ളതാണ്. അങ്ങനെ സ്റ്റുഡിയോ ഫുള്ള് നമ്മുടെ ഓഫീസും കാര്യങ്ങളെല്ലാം പൊളിച്ചു. ഇനി ഇവിടുന്ന് ഇത് ഷിഫ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ അത്യാവശ്യം ചെറിയ ചെറിയ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതപ്പുറത്താണ്. അവിടെ ഷട്ടറിൽ നമുക്കിപ്പോൾ സെയിൽ ആവേണ്ട കാര്യങ്ങൾ മാത്രം അവിടെ വെച്ച് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയല്ല, തൊട്ടപ്പുറത്ത് ഒരു ഷട്ടറും കൂടി ഉണ്ട്. അതിനകത്താണ് അത്യാവശ്യം സെയിലിങ്ങും കാര്യങ്ങളും നടക്കുന്നത്. നമ്മുടെ അൾട്ടാരയിൽ നമുക്ക് ആവശ്യമുള്ളത് അങ്ങോട്ടേക്ക് പോകുന്ന സാധനങ്ങൾ അങ്ങോട്ടേക്ക് വെച്ചിട്ട് അവിടെ നിന്നാണ് ഇപ്പോൾ ബാക്കി പരിപാടിയും സെയിലിങ്ങും കാര്യങ്ങളും. പിന്നെ നമ്മൾ റാപ്പ് ചെയ്യുന്നത്, ഓൺലൈൻ ഡെലിവറി എല്ലാം ഇപ്പോൾ അവിടെ നിന്നാണ് നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് കാണിച്ചു തരാം. അവിടെ കുറച്ച് പേരുണ്ട്, അവരെ കാണിച്ചു തരാം. ചേച്ചി എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയോട് നമുക്ക് ചോദിക്കാം. ഓക്കെ, അവിടെ എത്തിയിട്ട് കാണാം. ചേച്ചി വരുന്നുണ്ട്. അവിടെ പണിയാണ് നല്ല. ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങളാണ്. അതൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ബോസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി ഇങ്ങോട്ട് വന്നേ. എന്താ അങ്ങനെ? അപ്പൊ ചേച്ചി എന്താ പെട്ടെന്ന് ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞേ? പെട്ടെന്ന് ബ്രേക്ക് എടുക്കാൻ കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ എന്റെ സ്പെക്സ് പൊട്ടിയതിന്റെ കാര്യം കാണിച്ചു തന്നിരുന്നു. ഇതിപ്പോ ഒരു തൽക്കാലത്തേക്ക് എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഒരാഴ്ച എടുത്തത് റെഡിയായി വരാനായിട്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്റെ റൈറ്റ് സൈഡില് കാഴ്ച തീരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓൺലൈൻ ഓർഡർ ഒക്കെ എടുത്ത് നമ്മള് എന്താ പറയുക, സ്പെക്സും ആൻസൈറ്റി ഒക്കെ കൂടിയതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പൊ കണ്ണിന് നല്ല റെസ്റ്റ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ബ്രേക്ക്. ഓക്കെ, അതുകൊണ്ടാണ് ബ്രേക്ക് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ എന്താ ഇവിടുന്ന് മാറാനായിട്ടുള്ള കാരണം എല്ലാവരും നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. പക്ഷെ ഒന്നാമത്തെ കാര്യം പാർക്കിംഗ്. ഞാൻ മൈക്ക് തരാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് പാർക്കിംഗ് ഇവിടെ വളരെ കുറവാണ്. 2 സൈഡും നോ പാർക്കിംഗ് ഏരിയ ആക്കിയേക്കാണ് ഇപ്പോൾ ഇവിടെ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്കിവിടെ സൗകര്യങ്ങൾ കുറവാണ്. ഇതിപ്പോ മൊത്തം 5 ഷട്ടർ ഉണ്ട്, പക്ഷേ നടുക്കൊരു ഇതുപോലെ വോൾ ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടിടത്തും കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് മാനേജ് ചെയ്യാനായിട്ട്. അപ്പം എല്ലാ സൗകര്യങ്ങളും കൂടെ നോക്കിയിട്ട് നമ്മൾ പുതിയൊരു സ്ഥലം കിട്ടിയപ്പം അങ്ങോട്ടേക്ക് മാറുകയാണ്. ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ചിട്ട് നമ്മൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജൂലൈ എൻഡ് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഏകദേശം ആ ഒരു സമയത്തേക്ക് നമ്മൾ ഇനാഗ്രേഷൻ ഉണ്ടാവും.
ഇപ്പൊ പുതിയ ആള് വന്നിട്ടുണ്ട് കേട്ടോ. ഒരാളും കൂടി പരിചയപ്പെടുത്തി തരപ്പോ. ചേട്ടാ ഇതാ പുതിയ ആളാട്ടോ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ അക്കൗണ്ടന്റ് ആണ്. ഹായ്, ഹായ്. പേരൊക്കെ പറഞ്ഞോ. എന്റെ പേര് അലൻ, വീട് കോടഞ്ചേരിയാണ്. ആ. ഇവിടെ പുതിയ ഷോപ്പിലേക്കുള്ള അക്കൗണ്ടന്റ് ആണ്. ഉം. ഇപ്പൊ ഷോപ്പിന്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാത്തോണ്ട് ഇവിടെ വരെ ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെയുണ്ട് 2 ദിവസം വന്നിട്ട്? 2 ദിവസമായിട്ടോ. ഒന്ന് 2 ദിവസം ഹാപ്പി എൻജോയ് ചെയ്ത് ഇവിടെ വർക്കുകൾ ചെയ്ത് പോകുന്നു. ഒരാളവിടെ ഉണ്ട് ഒളിച്ചിരിക്കുക. നീ ക്യാമറ ഓഫ് ആക്കാണ്ട് പുറത്തേക്ക് വരൂല. ഞാൻ വരുമ്പോ കാണിച്ചു തരാം. ഇതൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള കേട്ടോ. ഇത് അതൊക്കെ റാപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിപ്പോ ചെയ്യാനുള്ളതാണ്. ഇത് അവിടെ ഉണ്ട്. പിന്നെ അത് അടുത്തത് കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് ഒളിച്ചിരിക്കുന്ന ആള്. അപ്പൊ ഇത് മൊത്തം സെറ്റ് ആക്കിയിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നല്ല മഴയാണ്. അതുകൊണ്ടാണ് ഇതുണ്ടോ, നല്ല മഴയാ. അതുകൊണ്ട് നമുക്ക് സാധനങ്ങളും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പെട്ടെന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. ഇതുണ്ടോ ഗൈസ്, ആഫ്രിക്കൻ ഒച്ച്. ഇതിനെ കൊണ്ട് ഇവിടെ ഭയങ്കര ഇതാണ്, നിറച്ചുണ്ട് കേട്ടോ ഇവിടെ. ഇത് കണ്ടോ, ഒരു സൈഡ് വൈറ്റും ഒരു സൈഡ് പിങ്കും. വെറൈറ്റി കണ്ണാടിയാണ് യൂസ് ചെയ്യണത്. ഇപ്പത്തരെ ജീവിച്ചു പോകൂല. 2 കളർ കണ്ണാടി. അതിനെ തിരിച്ചു കൊടുത്ത് ഇവിടെ പിന്നെ 2 പേര് ഭയങ്കര പണിയില്ല. പിന്നെ ഇത് കണ്ട നമ്മളുടെ ഓൺലൈൻ ഡെലിവറി ചെയ്തതിന്റെ സ്ലിപ്പും കാര്യങ്ങളാണ്. ചേച്ചി അതിന്റെ പുറകെ. ചേച്ചി അതിന്റെ പുറകെയാണ്. അവിടെ 2 പേര് ഇതൊക്കെ എടുക്കുന്നത്. അപ്പൊ ഗായ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി ഇത് ഇവിടുന്ന് കൊണ്ടുപോയാൽ മതി. പക്ഷെ മഴ ആയതുകൊണ്ട് സ്റ്റോപ്പായി നിൽക്കുകയാണ്. ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടുപോകാനുള്ള കേട്ടോ. എന്തോ റാപ്പ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. സെറ്റാക്കി റെഡിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ ഗായ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ്. പക്ഷെ മഴയാണ്, കൊണ്ടുപോകാനൊരു ഓപ്ഷനും ഇല്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. 2 പേര്, ഒരാൾ ഫുഡ് കഴിക്കാൻ പോയി, 2 പേര് ഫുഡ് വാങ്ങാനായിട്ട് പോയതാണ്, ചേച്ചിമാരെല്ലാവരും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഫുഡ് കഴിക്കുന്ന ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പൊ ഇനി ഫുഡ് കഴിക്കുന്ന വീഡിയോ ആയിട്ട് കാണാം. ഓക്കേ. ഇപ്പൊ ഗായ്സ് ഇതാ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള ഫ്രെയിമാണ്. അപ്പൊ അത് ഫുള്ള് റാപ്പ് ചെയ്ത് ഏതൊക്കെയാന്നുള്ളത് എഴുതി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ ചെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊന്നും കൊണ്ടുപോകല് നടന്നില്ല. രാവിലെ ഞാൻ പറഞ്ഞായിരുന്നു എല്ലാം ചേഞ്ച് ചെയ്യണമെന്ന്. പക്ഷെ ഒന്നും കൊണ്ടുപോകാൻ നടന്നില്ല. നല്ല മഴ പുറത്ത്. അതുകൊണ്ട് വർക്കിന് ആളെയും വണ്ടിയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഇത് നാളെ മഴയില്ലാത്ത ടൈമിൽ ചേഞ്ച് ചെയ്യണം. LED ഫ്രെയിമും എല്ലാം ഉണ്ട്. അപ്പോൾ അതിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് മാത്രമല്ല, കുറച്ച് അപ്പുറത്ത് ആൾക്കാരേലും ഉണ്ട്. പിന്നെ അത് ആ ഫ്രെയിം, സോറി, ആ സ്റ്റാൻഡ് ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിനകത്തും ഫ്രെയിമായിരുന്നു. ഇനി അതും കൊണ്ടുപോകണം, ഫ്രെയിമുകളും കൊണ്ടുപോകണം. ഇതൊക്കെയാണ് ഇന്ന് റാപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അധികവും. പിന്നെ ഞാൻ ഇരിക്കുന്ന ഫ്രെയിമും കാര്യങ്ങളുമാണ് നാളത്തത്. ഫുള്ള് ഇതേപോലെ റാപ്പ് ചെയ്ത് നമുക്ക് ഇപ്പോൾ സെയിലിനുള്ളത് മാറ്റണം. ബാക്കി റാപ്പ് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. മാത്രമല്ല എല്ലാ സാധനവും ഇവിടെ ഉണ്ട് കേട്ടോ, രാവിലെ കാണിച്ചതെല്ലാം. അപ്പോൾ ഗായ്സ് ഉച്ചക്കത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊന്നും വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫുഡ് കഴിച്ചതും പിന്നെ ബാക്കി പരിപാടികളും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാണ്ടിരുന്നത്. നല്ല കസ്റ്റമറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മുടെ പുതിയ ഷോപ്പിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഉണ്ടാവും. അവിടെ നടക്കുന്ന വർക്കിന്റെയും ഷോപ്പും മൊത്തം ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വീഡിയോയും ഉണ്ടാവും. അപ്പം നമ്മുടെ ചാനൽ സബ് ചെയ്യാണ്ടാണെങ്കിൽ ഇപ്പോഴും കാണുന്നെങ്കിൽ എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബാക്കി വ്ളോഗും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് അഭിപ്രായം പറയുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ടാറ്റ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.